ഉണ്ണാനിരിക്കണമെന്നില്ല. ഗ്യാസ് തീർന്നതുകൊണ്ട് ഇന്ന് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നിന്റെ മുത്തച്ഛനും മുത്തച്ഛിയൊക്കെ ഇക്കണക്കിന് പട്ടിണി കിടന്നായിരിക്കുമല്ലോ ചത്തത്. വാടാ, നമുക്ക് വല്ല ഹോട്ടലിലും പോയി കഴിക്കാം. ഹോട്ടലിലേക്കാണോ? എങ്കിൽ അല്പനേരം ഇരി. കണ്ടോടാ, പെണ്ണുങ്ങളോട് നല്ല രണ്ടെണ്ണം പറഞ്ഞാലേ ബോധം ഉണ്ടാവൂ. അവള് വിറക് കത്തിച്ച് വല്ലതും ഉണ്ടാക്കുന്നുണ്ടാവും. എന്നാ നമുക്ക് ഇറങ്ങാം. കർത്താവേ, രാവിലെ തന്നെ കുരിശെത്തിയല്ലോ. ചേട്ടാ, എനിക്ക് 5 രൂപ കിട്ടിയുള്ളൂ. അച്ഛനെ സഹായിക്കുന്നതിനാ. മിടുക്കൻ. കുട്ടിക്കാലത്ത് തന്നെ വീട്ടുകാരെ സഹായിച്ച് പഠിക്കണം കേട്ടോ. ആട്ടെ, നീ എന്തിനാ അച്ഛനെ സഹായിച്ചത്? ഞങ്ങളുടെ വീട് അച്ഛൻ പെയിന്റ് ചെയ്യുക. അതിന് അച്ഛനെ ഞാൻ സഹായിക്കും. അത് ശരി, അച്ഛനെ സഹായിക്കുന്നെന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ വന്ന് കിടക്കുവാണോ? ഞാൻ അച്ഛനെ സഹായിച്ചുകൊണ്ടിരിക്കുക. നിന്റെ വീട്ടിൽ പെയിന്റ് അടിക്കുന്നതിന് ഇവിടെ കിടന്നാണോടാ നീ സഹായിക്കുന്നത്? അച്ഛൻ പെയിന്റ് അടിച്ച് തീരും വരെ ഇവിടെ വന്നിരിക്കാനാ പറഞ്ഞത്. എന്നാ പിന്നെ നിനക്ക് ഞാൻ 10 രൂപ തന്നേക്കാം. ആ കുന്തക്കാരിയുടെ വീട്ടിൽ പോയിരി. എന്റെ മകനെ കൂടി ഇവിടെ ഒന്ന് നിർത്തണം. വൈകിട്ട് ഞാൻ വന്ന് കൂട്ടിപ്പൊയ്ക്കോളാം. ഇവിടെ നിർത്തുന്നതിൽ പ്രശ്നമില്ല, ഞങ്ങള് നോക്കിക്കോളാം. ഉപദ്രവമൊന്നുമില്ലല്ലോ? ഏയ്, ഒരു ഉപദ്രവവും ഇല്ല. അവൻ വെറും പാവാ, പറയുന്നതിനപ്പുറം ചെയ്യില്ല. അല്ല, മറ്റൊന്നുണ്ടായിട്ടല്ല, ഇവിടെ തീരെ ചെറിയ കുട്ടികളുള്ളതാണേ, അതുകൊണ്ടാ. അപ്പോ ഞാൻ പോട്ടെ. പിന്നെ അവൻ ചിലപ്പോ പുറത്തോട്ടിറങ്ങും, ഒന്ന് നോക്കിക്കോണേ. പുറത്തോട്ട് കയറാതിരുന്നാ മതി. ഞങ്ങൾ ഉണ്ണിക്കുട്ടനെ വിളിക്കാൻ വന്നതാ. എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ മര്യാദയായിരുന്നു. മറ്റു കുട്ടികളെ ഉപദ്രവിച്ചൊന്നും ഇല്ലല്ലോ അല്ലേ? ഹേയ്, ഒരു ഉപദ്രവവും ഇല്ല. അടുത്തോട്ട് ചെന്നിട്ട് വേണ്ടേ ഉപദ്രവിക്കാൻ? കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. നെല്ലിക്കോണം ഭഗവതിയുടെ കടാക്ഷം കണ്ടോ? എന്റെ പ്രാർത്ഥന ഫലിച്ചു. അവനിവിടെയുണ്ട്, വരൂ. ദാ അവൻ. ഞങ്ങള് പല പണിയും നോക്കി, അവസാനം ഇതല്ലാതെ മറ്റൊരു മാർഗവും കണ്ടില്ല.